والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് യാസീനിലെ 13ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഉപമകൾ, ആ ഉപമകൾ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണങ്ങളും ഉപമകളും പറയുന്നു. അപ്പൊ ആ പറയുന്ന വിഷയങ്ങളിൽ വലിയ പാഠങ്ങൾ ഉണ്ട്. അത് പഠിക്കലാണ് ഖുർആനിൽ അല്ലാഹു ഉപമകൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയുന്ന വസ്തു എന്താണ് എന്നതല്ല. ചിലപ്പോൾ അത് ഉറുമ്പായിരിക്കും, അല്ലെങ്കിൽ എട്ടുകാലിയായിരിക്കും, അല്ലെങ്കിൽ കൊതുകായിരിക്കും. ഇങ്ങനെയുള്ള പലതും ചില നാട്, ചില നാട്ടുകാർ, ചില വ്യക്തികളുടെ കുറവുകൾ, സവിശേഷതകൾ, ഇതൊക്കെ ഖുർആൻ നമ്മുടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഈ പറയുന്നത് എന്തിനാണ് എന്നതാണ് ഏറ്റവും പ്രസക്തം. നമ്മള് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യം നമുക്കൊന്ന് പറയാം. ഇന്ന് കുറെ ആളുകൾ ലീവ് ചോദിച്ചിട്ടുണ്ട്. പലരും നാട്ടിലേക്ക് പോയതാണ് വെക്കേഷൻ. പല ആളുകളും മറ്റു കല്യാണത്തിന് പോയി. കുറെ ആളുകളൊക്കെ ലീവ് അറിയിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു കാര്യമാണ്. സേവ് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരു അനിവാര്യമായി പങ്കെടുക്കേണ്ട ഒരു വിവാഹത്തിന് പോവാണ്. ആ ലീവ് അനുവദിക്കണം എന്ന് പറഞ്ഞു. നിശ്ചിതമായി ലീവ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണം, അത്യാവശ്യം പോകണം. അങ്ങനെ പല ആളുകളും അള്ളാഹു ഓർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് സൗദിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം, അതായത് നമ്മൾ വന്ന ആളുകൾക്ക് നിരാശ പാടില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂം. സൂറത്ത് റൂമിലെ 55 മുതൽ 60 വരെയുള്ള ആയത്തുകൾ. സൂറത്ത് റൂമിലെ അവസാനത്തെ ആയത്തുകളാണ്. കണ്ടില്ല? എല്ലാവരും കണ്ടോ? ഓതിപ്പോയി. 50-ാമത്തെ 55. إلى
സൂറത്ത് റൂം, നമ്മളൊരു സൂറത്തിലെ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ സൂറത്ത്, അതിൻ്റെ പ്രത്യേകത, ആ സൂറത്തിൻ്റെ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കി അതിൽ പറയുന്ന ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാനും നമ്മെ സ്വാധീനിക്കാനും കാരണമാകും. ആയത്തുകൾ രണ്ട് രൂപത്തിൽ. ഒന്ന്, ആയത്തുകൾ നമ്മളെ സ്വാധീനിക്കണം. പറയുന്ന പോയിന്റ് മറക്കരുത്. ഒരു ആയത്ത് നമ്മൾ പഠിച്ചാൽ ആ ആയത്ത് നമ്മളെ സ്വാധീനിക്കണം. സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ആ ആയത്ത് കൊണ്ട് നമ്മളെ ഈമാനിന് വർധനവുണ്ടാകണം. വർധനവുണ്ടാകണമെങ്കിൽ ആ ആയത്ത് നമ്മളെ സ്വാധീനിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ആയത്ത് അതിൻ്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ സ്വാധീനിക്കുള്ളൂ. അതിൽ രണ്ടിനും നമ്മളൊരു ആയത്ത് പഠിക്കുമ്പോൾ ആ ആയത്ത് സൂറത്തിലാണ് അറിയുന്നത് നല്ലതാണ്. ഇവിടെ റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്നാണ് വാക്കിന്റെ അർത്ഥം. റോമക്കാർ, പേർഷ്യക്കാർ, റോമക്കാർ. അപ്പൊ റോമക്കാർ എന്നാണ് റൂം എന്ന വാക്കിന്റെ അർത്ഥം. ഈ സൂറത്ത് ഒരു പ്രവചനമാണ്. ഈ സൂറത്തിന്റെ ആദ്യ ആയത്തുകൾ ഒരു പ്രവചനമായിരുന്നു. ആ പ്രവചനം പുലർന്നത് ഖുർആനിന്റെ അവതരണം കഴിഞ്ഞതിന് ശേഷമാണ്. അതെല്ലാം മനസ്സിലാക്കി വെക്കണം. ഇതൊരു പ്രവചനമായിരുന്നു. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തായാലും പറയുന്നത് എനിക്കറിയാം. പ്രവചനം മുൻകൂട്ടി പ്രവചിക്കുക, മുൻകൂട്ടിയിട്ടൊരു കാര്യം പറയാം. ആ കാര്യം ഒരു അത്ഭുതമാകാം. അത്ഭുതമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്, ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ട്രെയിനിന് പോകും. അതൊരു പ്രവചനമാണ്. പക്ഷെ അത്ഭുതമല്ലേ? അതിലൊരു അത്ഭുതം. പ്രവചനം ഒരു അത്ഭുതം ഉള്ള പ്രവചനം. നടക്കൂലാന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഖുർആൻ പ്രവചിക്കുക, മുൻകൂട്ടി പറയാം. എന്നിട്ട് അത് നടപ്പിൽ വരുന്നത് ഖുർആൻ ക്ലോസ് ആയതിനു ശേഷം, ഖുർആന്റെ അവതരണം കഴിഞ്ഞതിന് ശേഷം. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, അറേബ്യൻ ഉപദ്വീപിന്റെ അറേബ്യയുടെ അർദ്ധഭാഗം, അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ ഒരു അർദ്ധഭാഗം, അതിന്റെ അവകാശത്തിന് വേണ്ടി അതിൽ ആധിപത്യം നിലനിർത്താൻ വേണ്ടി നബിന്റെ കാലത്തും നബിക്ക് മുമ്പുള്ള കാലത്തും പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ യുദ്ധം നടക്കും. അങ്ങനെ സ്ഥിരമായിട്ട് പേർഷ്യക്കാർ ജയിക്കും, റോമക്കാര് തോൽക്കും. അപ്പൊ എന്താണ് ഈ രണ്ടും ഇസ്ലാമിന് പങ്കൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, രണ്ട് രാജ്യത്തിന്റെയും ഈ മതപരമായ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. റോമക്കാര് വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരാണ്. റോമക്കാര് ഒരു വേദഗ്രന്ഥം ഉണ്ട് ആൾക്കാരാണ്. പേർഷ്യക്കാര് വിഗ്രഹാരാധകരും അഗ്നി ആരാധകരൊക്കെ മുസ്ലിങ്ങളാണ്. ആര്? പേർഷ്യക്കാർ. അപ്പൊ സാധാരണഗതിയിൽ നബിക്ക് മുമ്പുള്ള കാലത്ത് റോമൻ പേർഷ്യ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഹിജ്റ 5-ാം വർഷം, നോട്ട് ചെയ്യണം, പഠിക്കണം. ഹിജ്റ 5-ാം വർഷത്തിൽ റോമൻ പേർഷ്യ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. സാധാരണ നടക്കുന്ന പോലെ യുദ്ധം നടക്കും. ഹിജ്റ 5-ാം വർഷം. ഹിജ്റ പോയിട്ട് എത്രാമത്തെ കൊല്ലം? 5-ാമത്തെ കൊല്ലം. മനസ്സിലാക്കണം. ഖുർആൻ പിന്നെ പൂർത്തിയാക്കാൻ എത്ര കൊല്ലം കൂടിയേ ഉള്ളൂ? ഹിജ്റ 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എത്ര കൊല്ലം ബാക്കിയുള്ളത്? ഖുർആൻ പൂർത്തിയാക്കാൻ 23 കൊല്ലല്ലേ? 13 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനത്തും. അപ്പൊ ഹിജ്റ പോയി 5 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര കൊല്ലം ബാക്കി ഉണ്ടാവും? ഹിജ്റ പോയിട്ട് പിന്നെ 10 കൊല്ലല്ലേ? ഹിജ്റക്ക് മുമ്പ് 13, ഹിജ്റക്ക് ശേഷം ടോട്ടൽ
23 കൊല്ലല്ലേ നബിക്ക് നബുവത്ത് കിട്ടുന്ന 40-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് 63. അപ്പൊ 23 കൊല്ലം. 13 കൊല്ലം ഇവിടെ മക്കത്ത്, 10 കൊല്ലം മദീനത്ത്. അപ്പൊ ഹിജറ പോയി 5-ാമത്തെ കൊല്ലമാണ് ഈ പേർഷ്യൻ റോമും തമ്മിൽ യുദ്ധം. സാധാരണ നടക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന യുദ്ധം ഹിജറ 5-ാമത്തെ കൊല്ലം. അപ്പൊ അത് പഠിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ മനസ്സിലാവുള്ളൂ, അമാനുഷികത മനസ്സിലാവുള്ളൂ, അത്ഭുതം മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഹിജറ 5-ാമത്തെ കൊല്ലം പേർഷ്യൻ റോം തമ്മിൽ യുദ്ധം നടന്നു. റോമക്കാരെ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. അപ്പൊ മുമ്പ് യുദ്ധം നടന്നപ്പോഴൊക്കെ നബിയാവിന് മുമ്പ് യുദ്ധം നടന്നപ്പോഴൊന്നും ഒക്കെ റോമക്കാരെ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ? ഇപ്പൊ ഇവിടെ മദീനയില് മക്കത്ത് മുസ്ലിങ്ങളുണ്ട്, വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരുണ്ട്. അതാണ് മുസ്ലിങ്ങൾ ഖുർആൻ ആൾക്കാർ. അപ്പൊ ഇവർ തമ്മിൽ യുദ്ധം നടന്ന് റോമക്കാർ പരാജയപ്പെട്ടു, പേർഷ്യക്കാർ വിജയിച്ചു എന്നുള്ള വാർത്ത വന്നു. വാർത്ത വന്നപ്പോൾ അവിടെ ഏത് നാട്ടിൽ യുദ്ധം നടന്നാലും അതിന്റെ അയൽപക്ക നാടുകളിലും ചുറ്റുപാടുകളിലൊക്കെ ചില ഭൂമിയിൽ എവിടെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാലും അന്നും ഇന്നും ഭൂമിയിൽ എല്ലാ ഭാഗത്തും ബാധിക്കും അല്ലെ? ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം നടന്നപ്പോ, കുവൈറ്റും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നപ്പോ ഒക്കെ എന്തായി? ഈ യുദ്ധങ്ങളെയൊക്കെ ലോകത്തെ മുഴുവൻ ബാധിക്കും. അപ്പൊ ഇതേപോലെ പേർഷ്യൻ റോമും തമ്മിൽ യുദ്ധം നടന്നപ്പോ അതിന്റെ കെടുതികൾ ഇവിടെ എത്തി. അതെങ്ങനെ എത്തിയെന്ന് വെച്ചാൽ അതൊരു പരിഹാസത്തിലാണ് എത്തിയത്. അത് മക്കത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു, കണ്ടോ ഞങ്ങളെ പോലെ ബഹുദൈവ ആരാധകരായി പേർഷ്യക്കാര്, നിങ്ങളെ പോലെ ഒരു ഗ്രന്ഥത്തിന്റെ ആൾക്കാരായി റോമക്കാര്. അപ്പൊ വല്ലാതെ നിലയണ്ട, ഞങ്ങള് അടുത്ത നിങ്ങളെ എന്താക്കും, റെഡിയാക്കും എന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഈ സൂറത്തിന്റെ ആയത്താണ്. മനസ്സിലായില്ലേ? എന്താണ് ആയത്ത് പറയുന്നത്? ഈ ആയത്ത് ഇറങ്ങിയപ്പോ പല ആളുകളും ഇസ്ലാമിനെ സംശയിച്ചു. കാരണം ഒരിക്കലും നടക്കാൻ, ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്പോൾ രാത്രിയാകും എന്നൊരാൾ പറഞ്ഞാൽ എത്രമാത്രം അവിശ്വസനീയമാണ്. അതുപോലെയാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോ. ആയത്ത് എന്താ വായിക്കും? ഒലിപത്തിയുള്ളൂ. ആയത്തിൽ നിന്ന് കഴിച്ചു ഒലിപത്തിയുള്ളൂ. റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയും. പക്ഷെ അതല്ല വിഷയം. ഈ അതിനാൽ അവധി എന്താ നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ വെച്ച്, തൊട്ടടുത്ത പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ആര് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു? റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവർ ആര്? റോമക്കാർ അവരുടെ ഈ പരാജയത്തിന് ശേഷം ഇനി റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് സമയം പറഞ്ഞു. അടുത്ത ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ, എന്താണ് ഏതാനും കൊല്ലങ്ങൾ? ഇവിടെ ഏതാനും എന്നുള്ള ഈ വാക്കേതാ? കൊല്ലങ്ങൾ. ഏതാനും. സാധാരണ അറബി ഭാഷയില് ശ്രദ്ധിക്കാം, ബിദഅ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള കൊല്ലങ്ങളാണ്. എങ്ങനെ? 1 മുതൽ 9 വരെയുള്ള കൊല്ലങ്ങൾക്കാണ് ബിദഅ എന്ന് പറയുന്നത്. അപ്പോ എന്ന് പറഞ്ഞ അർത്ഥം ഈ വരുന്ന 9 കൊല്ലങ്ങൾക്കുള്ളിൽ ആര് പരാജയപ്പെടുത്തും? റോമക്കാര് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. ഈ ആയത്തിറങ്ങിയപ്പോ പലരും സംശയം. കാരണം അവർക്കറിയാം 9 അല്ല, 90 കൊല്ലമല്ല, 100 കൊല്ലം റോമക്കാര് എത്ര അധ്വാനിച്ചാലും പേർഷ്യക്കാരെടുത്തേക്ക് പോയിട്ടില്ല. കാരണം അവർ ആയുധ ശക്തി കൊണ്ടും ഒക്കെ അത്രയും അന്തരണ്ട്. പേർഷ്യക്കാര് റോമക്കാര് ആയുധ ബലങ്ങൾ കൊണ്ടും സംഘശക്തി
ശക്തി കൊണ്ടൊക്കെ വളരെ വലിയ അന്തരമുണ്ട്. 100 കൊല്ലം ഇവർ കഠിനാധ്വാനം ചെയ്താൽ പോലും എടുത്തില്ല. ആയുധബലം കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും അതിന് യുദ്ധത്തിൽ ജയിക്കാൻ ആവശ്യമായ യുദ്ധസജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ 100 കൊല്ലം പണിയെടുത്താൽ പോലും ആർക്കും കഴിയില്ല. റോമക്കാർക്ക് കഴിയാന്ന് ഉറപ്പാണ്. അപ്പോഴാണ് എന്താക്കിയത്? ആൾക്കാരൊക്കെ പറയുക ഖുർആൻ പൊളിഞ്ഞു. എന്ത് പൊളിഞ്ഞു? ഖുർആൻ പൊളിഞ്ഞു. നടക്കാത്ത കാര്യം പറഞ്ഞത്. ആൾക്കാർ ഈ പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ സിദ്ദീഖ് അക്ബർ ആലിമിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് സിദ്ദീഖിന് പേരിട്ട കാരണമായ സംഭവത്തിൽപ്പെട്ട സംഭവമാണത്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബിയാണോ പറഞ്ഞത്, അള്ളയാണോ പറഞ്ഞത്? നമ്മള് ഇത് നോക്കണ്ട, സത്യമായിരിക്കുക. ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞു, പിന്നെ 2 കൊല്ലം കഴിഞ്ഞു. അപ്പൊ എത്രാമത്തെ കൊല്ലം? ഹിജറ. ഇത് 1900 കൊല്ല. 1900 കൊല്ല, 5ാമത്തെ കൊല്ലം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായില്ലേ ഇവർക്ക് എന്ത് ചെയ്യുന്നത്? 7 വർഷം കഴിഞ്ഞിട്ടാണ്. 7 വർഷം എന്ന് പറയുമ്പോ അതായത് 10 കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിയണം. ആ സമയത്താണ് ഇത് പുലർന്നത്. ആര് പരാജയപ്പെടുത്തി? റോമക്കാര്, പുരുഷക്കാര് പരാജയപ്പെടുത്തി. അപ്പൊ ഈ വിദൈസിനുള്ള പ്രയോഗം, അപ്പൊ ഇത് ആർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. അപ്പൊ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്നതിനൊരു വലിയ തെളിവാണ് ഈ സൂറത്ത് റൂം. അതാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത. സൂറത്ത് റൂമിന്റെ പ്രത്യേകത ഈ സൂറത്തിലെ ആയത്തുകളാണ് നമ്മൾ ഓതിയത്. എത്രാമത്തെ ആയത്ത് മുതൽ? 55ാമത്തെ ആയത്ത്. ഓക്കെ. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ബലഹീനതക്കാണ്. ബലഹീനതയിലാണ് സൃഷ്ടിച്ചത്. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനരായിട്ടാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ലാഭം നൽകി. കഴിവുകൾ ദുർബലത, മനുഷ്യനുണ്ടാകുന്ന കുറേ പിന്നെന്താ പറയാ അശക്തികളുണ്ടല്ലോ, അതാണ് ലാഫ് എന്ന് പറയാൻ. ആര് എത്ര ഉന്നതമായ നിലവാരത്തിലെത്തിയാലും ഇയാൾ മനുഷ്യനാണ്. എത്ര ഉന്നത അവസ്ഥയിൽ ഒരാളെത്തിയാലും അയാൾ ആരാണ്? മനുഷ്യൻ എന്നൊരു ദുർബലത ഏത് കാലത്ത് ആർക്കുണ്ടാവും? മനുഷ്യന്മാർക്കുണ്ടാവും. മനുഷ്യർ വീണ്ടും ഈ ദുർബലതയ്ക്ക് ശേഷം പിന്നീട് നിര വന്നു. ക്ഷേത്രത്തിൽ നിര. ഇപ്പൊ ചെറിയ കുട്ടിയായി, പിന്നെ യുവത്വത്തിലെത്തിയപ്പോൾ പറയാ ശൈശവത്തിന്റെ പ്രശ്നം, കൗമാരത്തിലൊരു പ്രശ്നമില്ലേ? കൗമാരത്തിലാണ് പ്രത്യേക പ്രശ്നം. പിന്നെ യുവാവായപ്പോ അതിനേക്കാൾ വലിയ പ്രശ്നം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി? നരച്ചു. അതാണ് ശൈശവത്തിലാണ്. നിരക്കേണ്ടതുണ്ട് പ്രായമായി. ഇനി എല്ലാം പിറകോട്ട് റിവേഴ്സിലേക്ക് പോകാൻ തുടങ്ങി. അതാണത്. അതിങ്ങനെ വന്ന് വീടെത്തും, ചെറിയ കുട്ടി ആയ അവസ്ഥയിലേക്ക് എത്തും. എന്നിട്ട് അവ പറഞ്ഞു അഹ്ലുമായ അവ ഉദ്ദേശിക്കുന്നവർ സൃഷ്ടിക്കുന്നു, ഉദ്ദേശിക്കുന്നവർ സൃഷ്ടിക്കുന്നു. എല്ലാം അറിയുന്നവരും എല്ലാത്തിനും കഴിവുകളാണ്. അന്ത്യസമയം നിലവിൽ വരുമ്പോൾ കുറ്റവാളികൾ സത്യം ചെയ്ത് പറയും, സാഹത്തിൽ ഞങ്ങളെ ഒരു നാഴിക നേരമല്ലാതെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. കലാലിക കാനുഭവം അപ്രകാരം തന്നെയായിരുന്നു സത്യത്തിൽ തെറ്റിക്കപ്പെട്ടിരുന്നത്. എന്താ പറഞ്ഞാല് അന്ത്യദിനം അങ്ങനെ നിഷേധിച്ച് തള്ളി പറഞ്ഞ് ഒക്കെ ഞാൻ ജീവിച്ച ആൾക്കാര് ഇത് ഞാൻ കാണുന്ന സമയത്ത് അത് ഭൂമി കുറച്ച് നേരമല്ലാതെ ഭൂമിയുടെ സമയ ദിവസം തലമുറകളൊക്കെ കഴിഞ്ഞു പോയതൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ ബോധ്യപ്പെടുന്ന മനുഷ്യൻ. ബാക്കി
അപ്പൊ ഇൽമും ഈമാനും നൽകപ്പെട്ട ആൾക്കാർ പറയും അള്ളാഹുവിന്റെ രേഖയുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇത് ഇവർക്ക് എന്താ അനുഭവപ്പെടുന്നത്? ഞാൻ എത്രമാത്രം കാലം ഭൂമിയിൽ ജീവിച്ചോ അത്ര തോന്നുള്ളൂ. അപ്പൊ ഇവരെ മറക്കും. ഈമാനും നൽകപ്പെട്ടവർ, ഇൽമുണ്ടായി മാത്രം പോരാ. ഏത് ഇൽമായിരിക്കണം? ഈമാൻ കിട്ടുന്ന ഈമാൻ. ഇൽമ പല ടൈപ്പുണ്ട്. ചിലത് ഇൽമ മാത്രമേ കിട്ടുള്ളൂ, ഈമാൻ ഉണ്ടാവില്ല. പക്ഷെ ഖുർആനിന്റെ ഇൽമ പറഞ്ഞാൽ ഈമാൻ കിട്ടുന്ന ഈമാൻ. അത് കിട്ടിയ ആൾക്കാർ പറയും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ 4 വരെ ജീവിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് എത്രയും കാലം നിഷേധിച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. ഒരാൾക്കിന്നൊക്കെ കൊടുത്തില്ലാതെ, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയിരുന്നില്ല. കാരണം അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ എന്ത് വേണം? വേദഗ്രന്ഥങ്ങൾ മനസ്സിൽ നോക്കണം. ഇങ്ങനെ അക്രമം ചെയ്ത് ജീവിച്ച ആൾക്കാർ, സ്വന്തത്തിൽ അക്രമം പ്രവർത്തിച്ച ആൾക്കാർക്ക് അവരുടെ ഒരു മാനേജർക്ക് ഒഴിവ് കഴിവും പ്രയോജനപ്പെടില്ല. അവർക്ക് ഒന്ന് പാശ്ചാത്തപിക്കാനുള്ള അവർക്ക് അതിനു വേണ്ടിയിട്ട് അനുവാദം നൽകപ്പെടുകയും ചെയ്യില്ല. അള്ളാഹു പറയുക ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. ശ്രദ്ധിക്കാം. മനുഷ്യർക്ക് വേണ്ടി ഖുർആനിൽ എല്ലാവിധ ഉപമകളും നാം വിവരിച്ചിട്ടുണ്ട്. വളരെ ജീവിതവും ആയത്തിന്റെ ആ ഓരോ ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം അവർ പറയുന്നതാണ്, നിങ്ങൾ അസത്യവാദികൾ, ഞങ്ങൾ സത്യം, നിങ്ങൾ അസത്യവാദികൾ എന്ന് പറയും. അപ്പൊ ഇവിടെ അള്ളാഹു ഉപമകളെ കുറിച്ചതാണ്. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ട്, പരലോകമുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. അവിടെ നമ്മൾ ജീവിച്ച വർഷങ്ങളും കൊല്ലങ്ങളും രാവും പകലും ആയുസ്സും വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു ഉദാഹരണ സഹിതം ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞപ്പോഴെല്ലാം അസത്യവാദികൾ ഇതൊക്കെ പാർട്ടിലാണ് എന്നാണ് പറഞ്ഞത്. ഇൽമില്ലാത്ത ആൾക്കാരുടെ ഹൃദയം അള്ളാഹു മുദ്രവെക്കും. അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഹൃദയത്തിൽ പതിച്ചു വെക്കേണ്ട ആയത്താണ്. ഒരു ക്ലാസ് പോലും മുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്താണ്. എന്താണ്? ഡേഞ്ചറാണെന്ന് പറഞ്ഞത്. ഇൽമില്ലാത്ത ആളുകളുടെ ഹൃദയം അള്ളാഹു മുദ്രവെക്കും. ഇൽമിനോട് ആഗ്രഹമില്ലാത്ത ആൾക്കാർ, ഇൽമിനോട് ഖുർആൻ ഹദീസ്, അതാണ് ഇൽമോട് ഉദ്ദേശിക്കുന്നത്, അല്ല ഭൗതിക ഇൽമല്ല. അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ഹൃദയത്തെ മുദ്ര വെച്ചാൽ പിന്നെ എന്താ പ്രശ്നം? അങ്ങനെ സഹോദരങ്ങളെ, അടക്കപ്പെടാത്ത മരിക്കുന്നത് വരെ തുറന്ന ഹൃദയം നമുക്കുണ്ടാവണം. പല ആൾക്കാരുടെ ഹൃദയം അടക്കപ്പെട്ട ഹൃദയമാണ് പറഞ്ഞത്. ഖുർആന്റെ ഭാഷ അടച്ചുപോയ ഹൃദയം. അത് നമ്മളെ ഹൃദയം അങ്ങനെ ഹൃദയമാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒന്നും കയറില്ല, ഉള്ളതൊന്നും പുറത്തിറങ്ങി പോവില്ല. ഹൃദയം എപ്പോഴും തുറന്നിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമ് തേടുന്ന ഹൃദയമായിരിക്കണം. ഇൽമ് തേടുന്ന ഹൃദയം തന്നെ ഓരോ ഇൽമും നമുക്ക് എന്ത് ചെയ്യും? ഹൃദയത്തിലേക്ക് കയറുമ്പോൾ പോകേണ്ട പലതും പോകും, പുറത്തുള്ള അറിയേണ്ട പല അറിവും നമുക്ക് വരും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ആയതാണ്. ഇൽമില്ലാത്തവന്റെ ഹൃദയത്തെ അള്ളാഹു ചെയ്യും, വെക്കും, മുദ്ര വെച്ചു പോകും, പിന്നെ രക്ഷ ഉണ്ടാവില്ല. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും നമുക്കൊക്കെ വേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കീറേണ്ട സാധനം എന്താ? ഈമാനാണ്. ഹൃദയത്തിലേക്ക് കയറേണ്ട സാധനം എന്താ? ഈമാനവിടെ ഈമാന. ഈമാനം കൊണ്ടാണ് നമ്മുടെ ഹൃദയം ഹൃദയത്തെ അലങ്കരിക്കേണ്ടത്. എന്തുകൊണ്ട്? വീടല്ല അലങ്കരിക്കേണ്ടത്. നമ്മുടെ വീടിന്റെ പരിസരം മുറ്റത്തെ ഗാർഡനൊന്നല്ല അലങ്കരിക്കേണ്ടത് നമ്മുടെ ബെഡ്റൂമോ സൗകര്യങ്ങളോ ഒന്നല്ല. അലങ്കരിക്കേണ്ടത് ഹൃദയമാണ്. ഹൃദയം നന്നാക്കേണ്ടത് ഹൃദയത്തെ അലങ്കരിക്കണം.
ഹൃദയമാണ് കേട് വന്ന് ദുഷിച്ച് മാറുന്നത്. മൂക്ക് പുറത്തേക്ക് ഒരു ചീഞ്ഞ് മാറുന്നത് ഹൃദയമാണ്, മനുഷ്യന്റെ ഹൃദയമാണ്. ഹൃദയം നന്നായാൽ എന്താ പറയുന്നത്? എന്തായാലും മുടിവ നന്നായി, ചീത്തയായാലും ഒരു എല്ലാവരും പറയില്ലേ റസൂൽ അതാണ് ഹൃദയം. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസമുണ്ട് എന്നൊക്കെ റസൂൽ പറഞ്ഞില്ലേ, നന്നായ മനുഷ്യൻ നന്നായി. അപ്പൊ ഹൃദയത്തെ അലങ്കരിക്കുന്നത് എന്തുകൊണ്ടാ? ഈമാനോട്, ആ ഈമാനോട് ഇൽമ കൂടാൻ കിട്ടണം, അങ്ങനെ അലങ്കരിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാനങ്ങൾ കൂടി 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 വരാം. അങ്ങനെ നമ്മൾ ഒരു സമയത്ത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്ന ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാത്ത കാര്യം ഞാൻ പറഞ്ഞത് എന്താ പറയുക? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ച് നമ്മുടെ നാട്ടിൽ ഈ എയർപോർട്ടിനടുത്ത് പിന്നെ ഒരു കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് ഉള്ള സ്ഥലത്തിൽ ഒരാൾ സുബീക്ക് പള്ളിയിൽ വന്നതാണ്. സുബീക്ക് പള്ളിയിൽ വന്നിട്ട് അയാൾ സുബീ നിസ്കാരം കഴിഞ്ഞ് സുബീക്ക് പള്ളിയിലെ ജമാഅത്തിന് കാരണം ഇമാം കൊടുക്കാൻ പറ്റില്ല, ഇമാം കൊടുക്കാൻ പറ്റില്ല. സുബീക്ക് ജമാഅത്തിന് പള്ളിയിൽ വന്ന് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ റോഡിൽ നിന്ന് ലോറി തട്ടിയിട്ട് അയാൾ മരണപ്പെട്ടു. ലോറി തെറ്റി മരണപ്പെട്ടത് ആ മരണത്തിന്റെ ഭീകരത എങ്ങനെയായിരുന്നു? ആ പള്ളിയിൽ നിന്ന് സുബീ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്ക് ഈ വ്യക്തി ആരാണ് തിരിച്ചറിഞ്ഞില്ല. ഒരേ പള്ളിയിൽ, ഒരു പള്ളിയിൽ സുബീക്ക് വരുന്ന ആൾക്കാരെല്ലാവരും കുറച്ചാൾക്കാർ എല്ലാവരും അറിയും, നല്ല പരിചയം. ഈ മരിച്ച ആള് ഈ സുബീക്ക് വന്ന് അപ്പുറത്തുപ്പുറത്തുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ ആ രൂപത്തിലായി പോയി കഴിഞ്ഞത്. ഇതിൽ അവസാനം സുബീക്ക് പള്ളിക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ തിരിച്ചെത്താത്ത ആൾക്കാർ ആരൊക്കെയെന്ന് അന്വേഷിച്ചിട്ടാണ് ഈ മരിച്ച ആളാണ്. അപ്പൊ ഇതിനോട് ഒരാള് ഭയങ്കര, ഞാൻ ഈ കടലുണ്ടിയില് ഒരു ക്ലാസ് ഉണ്ട് ഇതേപോലെ. അവിടെ ചെന്നപ്പോ അതിൽ കുടുംബത്തിൽപ്പെട്ട ആൾ മൂപ്പര് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത് അവരുടെ കുടുംബത്തിൽപ്പെട്ട കാര്യത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ വിഷമിച്ച പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഈമാനുള്ള ഒരു മനുഷ്യൻ, ഒരാൾക്ക് ഈമാൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള ചില അടയാളമുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളമാണ് ജമാഅത്തിന് പള്ളിയിൽ പോകും. അത് സുബീഹ് ജമാഅത്തിന്, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായ ജമാഅത്തിന് വേണ്ടിയാണ് ഈമാനാണ്. ഈ മുഗ്മിനായ മനുഷ്യൻ, ഞാൻ ഒരു പോയിന്റ് പറഞ്ഞത്, ഒരാൾ മരിക്കുമ്പോൾ വേദന ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതിൽ എല്ലാ സൗകര്യവുമുള്ള ഒരു റൂമില് ഒരാൾ മരിക്കുക. വീട്ടിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒരാൾ മരിക്കുക. നോക്കാൻ ഹോം നേഴ്സുമാരുണ്ട്, പരിചരിക്കാൻ ആളുണ്ട്, നെഞ്ഞു ഉള്ളി കൊടുക്കാൻ ആളുണ്ട്, കാല് തടവാൻ ആളുണ്ട്, ചുണ്ട് വെള്ളം തട്ടി കൊടുക്കാൻ ആളുണ്ട്, കുടുംബങ്ങൾ ബന്ധപ്പെടുന്ന ഒരാളുണ്ട്. എന്നിട്ട് ഒരാൾ മരിക്കുക, ഈമാനില്ലാത്ത ഒരാൾ മരിക്കുക. അയാൾ അനുഭവിക്കുന്ന വേദന ഈമാനുള്ള ഈ മനുഷ്യൻ റോട്ടിൽ ലോറി കയറ്റി മരിച്ചില്ല, ആ മനുഷ്യന്റെ വേദന അനുഭവിച്ചിട്ടില്ല, ആ മനുഷ്യന്റെ വേദന അനുഭവിച്ചിട്ടില്ല. കാരണം ഈമാനിട്ടുള്ള മരണം ഞാൻ കാണുന്ന അമ്മക്കാരുണ്ട്. എന്നാൽ ഒന്നുമില്ലാതെ നീണ്ട ഈ സൗകര്യത്തോടു കൂടി മരിച്ച മനുഷ്യൻ ഈമാനില്ലാത്തവരാണെങ്കിൽ ഈ മനുഷ്യൻ ലോറി കയറിയപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ 10,000 ഇരട്ടി വേദന ഉണ്ടാവില്ല. ആ സഹിച്ചിട്ടുണ്ടാകുക ഈമാനില്ലാതെ ഈ സൗകര്യത്തിൽ മരിച്ചോ അനുഭവിച്ചിട്ടുണ്ടാകുക. മനസ്സിലായി? ഈമാനുള്ള ശരീരത്തിന്റെ കൂലിയാ. സുബീക്ക് ജമാഅത്ത് കഴിഞ്ഞ് ഒരുപാടാങ്ങിയതാ. അള്ളാന്റെ സുബീക്ക് ഒഴുക്കി ദ്വാരനെ പ്രാർത്ഥിച്ച് റോഡിനൊക്കെ ഇറങ്ങി മരിച്ചതാ. ശരീരത്തിന്റെ കൂലിയാണ് ആലോചിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈമാനങ്ങൾ കൂടി വരണം. ആ ഈമാനം നമ്മുടെ ഹൃദയത്തെ ഭംഗിയുള്ളതാക്കി മാറ്റുക. അപ്പൊ ചില ഹൃദയത്തെ സീൽ കൊടുക്കും. അത് ആരെ ഹൃദയമായിരിക്കും? അപ്പൊ അള്ളാഹു ഉപമകൾ വിവരിക്കുന്നത് എന്തിന്? ഇന്ന് പഠിച്ച ഉത്തരം നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ ഇൽമു തരാൻ വേണ്ടി. എന്തിനാണ് ഉപമകൾ വർദ്ധിക്കുന്നത്? അള്ളാഹ് ഉപമകൾ പറയുന്നത് നമ്മുടെ ഈമാനിന്റെ വർദ്ധനവിന് ആവശ്യമായ ഇൽമു നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. അതാണ് ഈ സൂറത്തായത്. അതുകൊണ്ട് ഫസ്റ്റ് നല്ലോണം ക്ഷമിച്ചോ. അടുത്തായത് 60-ാമത്തെ ആയത് ഒരാഴ്ച വയ്ക്കാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് നല്ലോണം ക്ഷമിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ്.
വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖീനൂൻ. ദൃഢമായിട്ടുള്ള വിശ്വാസമില്ലാത്ത ആൾക്കാർ, ആ ആളുകൾ നിനക്കൊരു ചാഞ്ചല്യവും വരുത്താതിരിക്കട്ടെ. സൂറത്ത് റൂമിൽ തുടങ്ങിയതെന്നോട് അവസാനിപ്പിക്കാത്തതാണ്. യഖീനില്ലാത്ത ആൾക്കാര് നിന്നെ സ്വാധീനിക്കാതിരിക്കട്ടെ. എന്തിന് യഖീന്? വബിൽ ആഖിറതിഹും, ഈമാൻ യഖീനല്ല. ആ യഖീനില്ലാത്ത ആൾക്കാര് നിന്നെ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ചാഞ്ചല്യപ്പെടുത്താതിരിക്കട്ടെ, അവർ നിന്നെ സ്വാധീനിക്കാതിരിക്കട്ടെ, അവരുടെ വാക്കുകളും പ്രവൃത്തികളും നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ആ കൂട്ടത്തിൽ ചെന്ന് പെടണ്ട. അപ്പൊ എന്താ വേണ്ടത്? ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ ഇൽമു നൽകലാണ് അല്ലാഹു ഉലമകൾ വിവരിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്നാണ് ഈ ആയത്തിൽ പഠിക്കേണ്ടത്. ഇൻഷാല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നിർദ്ദേശം പ്രദാനം ചെയ്യാൻ. അറിയില്ലായ്മ വന്നുപോയി തെറ്റുപറ്റിയുള്ള അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കിയിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വീടുകളിലും ആശുപത്രികളിലും അസുഖബാധിതരായി രോഗബാധിതരായി കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ ബന്ധുക്കൾ, എല്ലാവർക്കും അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ശരീരത്തിന് ആഫിയത്തും സിഹത്തും ആരോഗ്യവും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, വേദനയേറിയ മാരകമായ അസുഖങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ കുഞ്ഞുമക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. അനുസരണയുള്ള, നല്ല വിനയമുള്ള, ഖുർആനിനോട് ഖുർആൻ പഠനത്തോടുള്ള താല്പര്യമുള്ള, ദീനിനോട് താല്പര്യമുള്ള നല്ല മക്കളാക്കി, നമുക്ക് കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت